ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഫിഫോ മെത്തേഡിൽ എങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞ് ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ഫിഫോ മെത്തേഡിൽ ഒന്ന് രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റുകളും കൂടിയുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പ്രൈസിങ് ഓഫ് റിട്ടേൺസ് ടു സ്റ്റോർസ് അണ്ടർ ഫിഫോ. അതായത് സ്റ്റോറിലേക്ക് റിട്ടേൺ വരുന്ന മെറ്റീരിയൽ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്, അതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് നോക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇഷ്യൂ ചെയ്ത മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ മെറ്റീരിയൽ നമ്മൾ അതിൽ സർപ്ലസ് വന്നതുകൊണ്ടോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഡിഫക്റ്റീവ് കാരണം നമുക്ക് തിരിച്ച് സ്റ്റോറിലേക്ക് തന്നെ അവർ എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആ മെറ്റീരിയൽ തിരിച്ച് അയക്കും. അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഏത് കോളത്തിലാണ് നമ്മളത് കാണിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ സ്റ്റോറിലേക്ക് വരുന്നതാണല്ലോ, അങ്ങനെ സ്റ്റോറിലേക്ക് വരുന്നതാണെങ്കിൽ നമ്മളത് എന്തായിട്ട് കാണാം, ന്യൂ പർച്ചേസ് ആയിട്ട് കാണാം. അത് നമ്മൾ എന്ത് ചെയ്യാം, റെസീപ്റ്റിലാണ് കാണിക്കേണ്ടത്. ഓക്കെ, അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സ്റ്റോറിലേക്ക് റിട്ടേൺ വന്നിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ന്യൂ പർച്ചേസ് ആയിട്ടാണ് കാണുക. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് റെസീപ്റ്റ് കോളത്തിലാണ് കാണിക്കുക. ഓക്കെ, ഇനി നമ്മൾ വെൻഡർക്ക്, അതായത് പ്രൈസിങ് ഓഫ് റിട്ടേൺസ് ടു വെൻഡർ അണ്ടർ ഫിഫോ മെത്തേഡിൽ വെൻഡറിലേക്ക് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ പുറത്തു നിന്നാണല്ലോ നമ്മൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുക, നമ്മൾ സ്റ്റോറിലേക്ക് പർച്ചേസ് ചെയ്യുന്നത്, അതിന് ഡിഫക്റ്റീവോ അല്ലെങ്കിൽ സബ്സ്റ്റാൻസ് എന്തെങ്കിലും സ്റ്റാൻഡേർഡ് കാരണം നമ്മൾ എന്ത് ചെയ്യും, അത് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യും, വെൻഡർക്ക് കൊടുക്കും, റിട്ടേൺ ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തായിട്ടാണ് കാണേണ്ടതെന്നാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്തതായിട്ടാണ് കാണിക്കേണ്ടത്. നമ്മൾ സ്റ്റോറിലേക്ക് വന്നിട്ടുള്ളതിൽ ഡിഫക്റ്റീവ് മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ നമ്മളത് തിരിച്ച് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഇഷ്യൂ ആയിട്ടാണ് കാണുക, നമ്മൾ ഇഷ്യൂ കോളത്തിലാണ് കാണിക്കേണ്ടത്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയും, ഇന്ന ദിവസം വാങ്ങിയ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്തു, വെൻഡർക്ക് തിരിച്ചു കൊടുത്തു എന്ന് പറയും. അപ്പോൾ ആ ഡേറ്റിൽ വാങ്ങിയ മെറ്റീരിയൽ എത്ര പ്രൈസിനാണോ വാങ്ങിയത് ആ പ്രൈസിന് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇഷ്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, കാണിക്കുകയാണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഇനി അതിനുശേഷം ഇനി വേറെ വരുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഷോർട്ടേജ്, മെറ്റീരിയൽ ഷോർട്ടേജ്. നമ്മളിപ്പോൾ 300 യൂണിറ്റ് ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞു, പക്ഷെ അതിലൊരു 250 യൂണിറ്റ് ഇഷ്യൂ ചെയ്തോളൂ. അപ്പോൾ 50 യൂണിറ്റ് എന്താണ്, ഷോർട്ടേജ് ആണ്. അങ്ങനെ ഷോർട്ടേജ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെയും നമ്മൾ ന്യൂ ഇഷ്യൂ, അതായത് ഇഷ്യൂ ചെയ്യാനായിട്ടാണ് കാണിക്കേണ്ടത്. ഇഷ്യൂവിലാണ് കാണിക്കുക എത്രയാണ് ഷോർട്ടേജ് വന്നത്, ആ ഷോർട്ടേജിൻ്റെ എമൗണ്ട് കൊടുക്കുന്നു. നമ്മൾ ഫിഫോയിൽ ഫസ്റ്റ് വരുന്ന റേറ്റ് എത്രയാണോ ആ റേറ്റിൽ ആ ബാലൻസിലുള്ള ഫസ്റ്റ് ക്വാണ്ടിറ്റി എടുത്തിട്ട് കൊടുക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഷോർട്ടേജ് വന്നാൽ ചെയ്യുക. അപ്പോൾ ഇത്തരം 3 അഡ്ജസ്റ്റ്മെൻറ്റുകൾ മനസ്സിലാക്കുക. ഒന്ന്, സ്റ്റോറിലേക്ക് റിട്ടേൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ന്യൂ പർച്ചേസ്, റെസിപ്റ്റിലാണ് അത് കാണിക്കേണ്ടത്, ന്യൂ പർച്ചേസ് ആയിട്ടാണ് എടുക്കേണ്ടത്. ഇനി എന്താണ് പറയുക, വെൻഡർക്ക് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് കമ്പനിക്ക് വന്നിട്ടുള്ള മെറ്റീരിയൽ വാങ്ങിയ എവിടെ നിന്നാണോ അവിടേക്ക് തിരിച്ച് റിട്ടേൺ ചെയ്യേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഇഷ്യൂവിലാണ് കാണിക്കേണ്ടത്. ആ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി എത്രയാണോ ആ ക്വാണ്ടിറ്റി ആ റേറ്റ് ആയിട്ട് നമ്മൾ ഇഷ്യൂവിലാണ് കാണിക്കുക. ഇനി ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ഇഷ്യൂവിലാണ് കാണിക്കേണ്ടത്. ബാലൻസ് ആയി ഫിഫോ മെത്തേഡിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണല്ലോ, ആ ഫസ്റ്റ് ഉള്ള ബാലൻസ് എത്രയാണോ അതിൽ എത്രയാണോ നമ്മൾ ഷോർട്ടേജ് വന്നിട്ടുള്ള ആ ഷോർട്ടേജ് എന്ത് ചെയ്യുന്നു, ഇഷ്യൂ ആയിട്ട് എന്ത് ചെയ്യണം, കാണിക്കണം. ഓക്കെ, ഇനി സർപ്ലസ് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അത് റെസീപ്റ്റ് ആയിട്ടാണ് കാണിക്കുക. ഷോർട്ടേജ് ആകുമ്പോൾ കുറവാണല്ലോ, നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കേണ്ട ക്വാണ്ടിറ്റി എത്തിച്ചില്ലെങ്കിലാണ് ഷോർട്ടേജ് വരിക. അപ്പം നമ്മൾ ഇഷ്യൂ ആയിട്ട് കാണിക്കും. സർപ്ലസ് അധികമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാണിക്കും, റെസീപ്റ്റിൽ കാണിക്കും. ഓക്കെ, അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റുകൾ മനസ്സിലാക്കുക. അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് അയച്ചു തരാം. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ നമുക്ക് 2021 ജൂൺ 1 ബാലൻസ് 500 യൂണിറ്റ് അറ്റ് ₹200 പെർ യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് നിങ്ങൾ എഴുതണം. എഴുതിയതിന് ശേഷം ക്വസ്റ്റ്യൻ എഴുതിയതിന് ശേഷമാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്ന ആൻസർ നോക്കേണ്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുള്ളൂ. ഞാൻ ഈ ആൻസർ പറയുമ്പോൾ തന്നെ നിങ്ങൾ നോട്ടിൽ ഫോർമാറ്റ് വരച്ചിട്ട് എന്ത് ചെയ്യുക, അത് എഴുതുക, ഒപ്പം തന്നെ എഴുതി പോവുക. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനില്ല 2021 ജൂൺ 1 എത്ര ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുണ്ട്, 500 യൂണിറ്റ്, 200 രൂപയുടെ 500 യൂണിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതാണ് ആദ്യം കാണിക്കേണ്ടത്. 2021 ജൂൺ 1 എന്തുണ്ട്, ബാലൻസ് എമൗണ്ട്, ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. എത്രയാണ്, 500 യൂണിറ്റ്, 200 രൂപയുടെ 500 യൂണിറ്റ് ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ആണ്. അപ്പോൾ നമ്മൾ നേരെ ബാലൻസിലാണ് കാണിക്കാം. 500 യൂണിറ്റ് ഉണ്ട്, 200 രൂപയുടെ, അതായത് എത്ര എമൗണ്ട് ഉണ്ടാവും,
10,000. 200 യൂണിറ്റ് എത്ര ഉണ്ടാവും? 1 lakh. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അടുത്തത് എന്താണ് പറയുന്നത്? 6-ാം തീയതി നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, 250 യൂണിറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കാണിക്കാൻ 6-ാം തീയതി 250 യൂണിറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇഷ്യൂല് കാണിക്കാം 250 യൂണിറ്റ്. ഈ 500 നിന്ന് 250 യൂണിറ്റ് നമ്മൾ എടുക്കുകയാണ്. 200 ക്വാണ്ടിറ്റി എത്രയാണ്? 200. ഓക്കെ, 200. അപ്പൊ എത്രയാണ് വരിക? 15,000. ഇനി ബാക്കി ഇവിടെ എത്ര ഉണ്ടാവുള്ളൂ? 250. 200 റേറ്റിന് 15,000. ഇനി നമ്മൾ അടുത്തതായിട്ട് 10-ാം തീയതിയാണ് പർച്ചേസ് ചെയ്യാൻ ചെയ്തിട്ടുള്ളത്. എത്രയാണ്? 200 യൂണിറ്റ്, 190 രൂപയുടെ 200 യൂണിറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് 10-ാം തീയതി. 10-ാം തീയതി 200 യൂണിറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. എത്ര? 190 റേറ്റിനുള്ളത്, അതായത് 38,000. അത് ഇവിടെ കാണിക്കണം, ബാലൻസിൽ കാണിക്കണം. 250, 200, 50,000. അതിനുശേഷം ഇത് കാണിക്കാം 200, 190, 38,000. ഓക്കെ, അപ്പൊ നമ്മൾ അത് കാണിച്ചു. ഇനി അതിനുശേഷം അടുത്തത് നോക്കാം. 15-ാം തീയതി റിട്ടേൺ ടു സ്റ്റോറിലേക്ക് റിട്ടേൺ ചെയ്തു 15 യൂണിറ്റ്. ഇഷ്യൂഡ് ഓൺ 5th ജൂൺ. അതായത് 6-ാം തീയതി നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള, നമ്മൾ 6-ാം തീയതി ഇവിടെ ഇഷ്യൂ ചെയ്ത് കാണിച്ചില്ലേ? 6-ാം തീയതി 250 യൂണിറ്റ്. അതിൽ എത്ര റിട്ടേൺ ചെയ്തു? 15 യൂണിറ്റ് റിട്ടേൺ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം സ്റ്റോറിലേക്ക് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് എന്തായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്? നമ്മൾ ന്യൂ പർച്ചേസ് ആയിട്ടാണ് കാണേണ്ടത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? റെസിപ്റ്റ് കോളത്തിലാണ് കാണിക്കുക. എത്രാം തീയതിയാണ്? 15-ാം തീയതി കേട്ടോ. അപ്പൊ 15-ാം തീയതിത്തെ കാണിക്കുകയാണ്. 15-ാം തീയതി ഇഷ്യൂ ചെയ്ത് റിട്ടേൺ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ന്യൂ ഇഷ്യൂ ആയിട്ടാണ് കാണിക്കുക. എത്ര യൂണിറ്റ് ആണ്? 15 യൂണിറ്റ് ആണ് റിട്ടേൺ വന്നിട്ടുള്ളത്. എത്രയാ? 200. 6-ാം തീയതി ഇഷ്യൂ ചെയ്തിട്ടുള്ള മെറ്റീരിയലിൽ നിന്ന് 15 യൂണിറ്റ് നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? റിട്ടേൺ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് 15, അപ്പൊ 15 യൂണിറ്റ് 200 റേറ്റിന് അല്ലെ? അപ്പൊ എത്ര വരിക? 3000. ഓക്കെ, അപ്പൊ അതും ഇവിടെ കാണിക്കാം. 250, 200, 50,000, 200 എടുത്തെടുത്ത് കാണിക്കണം കേട്ടോ. ആദ്യം ബാലൻസ് എമൗണ്ടിന്റെ അടുത്തേക്ക് റിപ്പീറ്റ് ചെയ്ത് എഴുതാം. 190, 38,000. അടുത്തത് 15 യൂണിറ്റ് ആണ്. 15 യൂണിറ്റ് 200 റേറ്റിന് എത്രയാണ്? 3000 ആണ്. 3000. ഓക്കെ, ഇനി അടുത്ത ഡേറ്റിന്റെ നോക്കാം. 18-ാം തീയതി. 18-ാം തീയതിയാണ് വരുന്നത്. 18-ാം തീയതി എന്താണ്? ഇഷ്യൂഡ് 180 യൂണിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 18-ാം തീയതി ഇഷ്യൂ ചെയ്തു. അപ്പൊ എവിടെ കാണിക്കും? ഇവിടെ കാണിക്കണം. കുറച്ചുകൂടി താഴത്തേക്ക് എഴുതാം, കാരണം അവിടെ ബാലൻസ് കുറച്ച് താഴത്തേക്ക് വന്നിട്ടുണ്ട്. എത്ര യൂണിറ്റ് ആണ്? 180 യൂണിറ്റ് ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 180 യൂണിറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഫിഫോ മെത്തേഡ് ആകുമ്പോൾ ഫസ്റ്റത്തെ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 250 ആണ് ഇവിടെ ഫസ്റ്റ് വരിക. ബാലൻസ് എമൗണ്ടിന് ഫസ്റ്റ് വരിക 250 ആണ്. 250 180 നമ്മൾ എടുക്കുകയാണ്. അതിന്റെ റേറ്റിലാണ് നമ്മൾ കൊടുക്കേണ്ടത് 200, അതായത് 38,000 വരും. ഓക്കെ, 38,000 വരും. അപ്പൊ നമ്മൾ 250 180 എന്ത് ചെയ്തു? നമ്മൾ കൊടുത്തു. അപ്പൊ ഈ ബാക്കി എത്ര ഉണ്ടാവുക? 70 ആണ് ഉണ്ടാവുക. ഓക്കെ, 70. അപ്പൊ 250 ബാക്കി 70 ഉണ്ടാവുക. ഈ റേറ്റ് 200 തന്നെ. അപ്പൊ എത്ര വരും? 14,000. ഓക്കെ, ഇതിന്റെ ബാക്കി ബാലൻസ് താഴെ കാണിക്കാം. 250 നമ്മൾ 180 കൊടുത്തു, ബാക്കി 70 കാണിച്ചു. ഇനി രണ്ടെണ്ണം കാണിക്കണ്ടേ? 200, 190 റേറ്റിന് 38,000. അടുത്തത് 15, 200 റേറ്റിന് 200, 3000.
ഓക്കെ, അപ്പം ഇതാണ് എത്രാം തീയതി ഡേറ്റ് എന്താണ്? 22-ാം തീയതി പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുക. 240 യൂണിറ്റ് എത്രയൊക്കെയാ? 190 രൂപയ്ക്ക്. ഓക്കെ, അപ്പൊ അതാണ് കാണിക്കേണ്ടത്. 22-ാം തീയതി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എത്ര യൂണിറ്റ് ആണെന്നാ പറയുന്നത്? 240 യൂണിറ്റ് 190. 240 യൂണിറ്റ് 190. അപ്പോ എത്ര വരും? 45,600. ഓക്കെ, ഓക്കെ, 18-ാം തീയതി താഴെ എഴുതിയത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? മേലേക്ക് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഡേറ്റ് നോക്കണ്ട. 22-ാം തീയതി പർച്ചേസ് ചെയ്തിട്ടുണ്ട് 240 യൂണിറ്റ് റുപ്പീസ് 190 പെർ യൂണിറ്റിൽ നിന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഇനി കാണിക്കേണ്ടത്. എത്രാം തീയതി? 22-ാം തീയതി പർച്ചേസ് വന്നു, അതായത് റെസിപ്റ്റിലാണ് കാണിക്കുക. എത്രയാ? 240 യൂണിറ്റ് 190, അതായത് 45,600. ഇത് ഈ എമൗണ്ടുകളുടെ കൂടെ കാണിക്കുക. ഇതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് എഴുതണം, എന്നിട്ടാണ് കാണിക്കേണ്ടത്. അതായത് 70, 200 യൂണിറ്റിന്റെ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആയതുകൊണ്ട് ഇതേ ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യണം? കാണിക്കണം. 190. ഇനി ഇത് കാണിക്കുക. 240, 190, 45, 45. ഓക്കെ, അപ്പൊ നമ്മൾ 22-ാം തീയതി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഡേറ്റ് 23-ാം തീയതിയാണ്. ഇഷ്യൂ ചെയ്തിട്ടുണ്ട് 300 യൂണിറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ഇനി കാണിക്കേണ്ടത്. 23-ാം തീയതി 300 യൂണിറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അല്ലെ. ഇവിടെ 300 യൂണിറ്റ് തികച്ചുണ്ടോ? ഇല്ല, 70 ആണ് ഫസ്റ്റ് വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം 70 എടുക്കണം. ബാലൻസ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആയതുകൊണ്ട് ആദ്യം എടുക്കണം. ഇതാണ് ലാസ്റ്റ് ബാലൻസ് ആയിട്ട് വരുന്നത് അല്ലെ. അതിന് ആദ്യത്തെ 70 ആണ്. 300 യൂണിറ്റ് ആണ് ടോട്ടൽ. അപ്പൊ എത്ര 300 ആവാൻ എത്ര ഉണ്ടോ അത്രയും നമ്മൾ എടുക്കണം. അപ്പൊ ആദ്യം 70 എടുക്കുക. പല പല റേറ്റ് ആയതുകൊണ്ട് നമ്മൾ വേറെ വേറെ തന്നെ കാണിക്കണം. 70, 200 യൂണിറ്റിന്റെ 200 റേറ്റിന്റെ 14,000. അടുത്തത് 200. അപ്പൊ 270 ആവുള്ളൂ, 300 ആയിട്ടില്ല. 190 റേറ്റിന്, അതായത് 38,000. ഓക്കെ, ഇനി അടുത്തത് 15. ഇപ്പൊ 270 ആയി, 15 ആവുമ്പോ 285 ആവുള്ളൂ, 300 ആവണം. അപ്പൊ ഈ മറ്റേത് എടുക്കണം. ഓക്കെ, 15, 200, 3000. ഇനി 300 ആവാൻ എത്ര വേണം? ഇപ്പൊ 285 ആയിട്ടുള്ളൂ. ഇനി എത്രയും കൂടി വേണം? 15 കൂടി വേണം അല്ലെ. നമ്മൾ ഈ ക്വാണ്ടിറ്റി ആണ് നോക്കേണ്ടത് കേട്ടോ. 300 ക്വാണ്ടിറ്റിയാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പൊ 285 ആയിട്ടുള്ളൂ. അപ്പൊ ഒരു 15 കൂടി വേണം അല്ലെ. അപ്പൊ 15 നമ്മൾ 240 ആണ് എടുക്കുക. 15 എത്ര റേറ്റാ? 190. 190 ആകുമ്പോൾ എത്ര വരും? 2,850. 2,850. ഓക്കെ, അപ്പൊ ഇനി ബാലൻസ് ഉള്ള ഇവിടെ കാണിക്കാം. ഇതൊക്കെ പോയി, ഇനി ഇത് മാത്രമേ ഉള്ളൂ. അത് തന്നെ നമ്മൾ എത്ര എടുത്തു? 15 എടുത്തു അല്ലെ. അപ്പൊ നമ്മൾ എത്ര വരിക? 225 ആണ് വരിക. ബാക്കി ക്വാണ്ടിറ്റി 225, 190 രൂപ റേറ്റ് വരുന്നത്. അതായത് 42,750 വരും. ഓക്കെ, അപ്പൊ നമ്മൾ അത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് അടുത്ത ഡേറ്റിന്റെ ആണ്. 23 കഴിഞ്ഞു. ഇനി 24-ാം തീയതി എന്ത് ചെയ്തിട്ടുണ്ട്? പർച്ചേസ് ചെയ്തിട്ടുണ്ട് പറയുന്നുണ്ട്. എത്രയാ? ഈ 320 യൂണിറ്റിന്റെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 320 യൂണിറ്റ് 190 രൂപയുടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണിക്കാം. 24-ാം തീയതി 320 യൂണിറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് 190 റേറ്റിന്റെ. അതായത് എത്ര വരും? 24-ാം തീയതി 6,800 വരും. ഇനി ബാലൻസിൽ കാണിക്കാം. ആദ്യം ഈ ഓൾറെഡി ഉള്ളത് കാണിക്കാം. 225, 190, 42,750. അതിനുശേഷം ഇതെടുത്ത് കാണിക്കാം. 320, 190, 6,800. ഇപ്പോഴും നമ്മളെ കഴിഞ്ഞിട്ടില്ല. ഇനിയുണ്ട് 4 ഡേറ്റുകൾ അല്ലെ, 4-5 ഡേറ്റുകളിൽ കൂടി. അപ്പൊ ഇനി അത് ഞാൻ എന്ത് ചെയ്യാൻ മുകളിൽ കാണിക്കാം കേട്ടോ.
ഓക്കെ, അപ്പൊ 24-ാം തീയതി താഴെയുണ്ട്. ഇനി അടുത്ത ഡേറ്റ് വരുന്നത് 25-ാം തീയതിയാണ്. പർച്ചേസ് ചെയ്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ 25-ാം തീയതിത്തെ കാണിക്കാം. എത്രയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്? 200 യൂണിറ്റ്, 170 രൂപ റേറ്റുള്ള 200 യൂണിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? 25-ാം തീയതി പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 170 രൂപയുടെ 200 യൂണിറ്റ് ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 34,000. ഓക്കെ, ഇനി ഈ ബാലൻസ് താ മേലേക്ക് എഴുതാം. എന്നിട്ട് ഇതിന്റെ കൂടെ അതും കൂടി എഴുതാം. 225, 190, സോറി കോണം മാറിക്കാം. 225, 190, 42,750. അടുത്തത് കാണിക്കാം. 225, 190, 320 കാണിച്ചല്ലോ. അടുത്തത് കാണിക്കാം 320, 320, 190, 6,800. ഇനി ഈ പർച്ചേസ് കാണിക്കാം. 200, 170, 34,000, 34,000. ഓക്കെ, അത് കാണിച്ചു. ഇനി അടുത്ത ഡേറ്റിന് നോക്കാം. അടുത്ത ഡേറ്റ് എന്താ? 26-ാം തീയതി എന്താ ഉണ്ടായിട്ടുള്ളത്? ഇഷ്യൂ ചെയ്യാം. 115 യൂണിറ്റ് ഇഷ്യൂ ചെയ്യാനിരുന്നത് 26-ാം തീയതി ഇഷ്യൂ ചെയ്തു. 115 യൂണിറ്റ് ആണ്. അപ്പോൾ ഈ 225 നമുക്ക് എന്ത് ചെയ്യാം? 115 കൊടുക്കാം അല്ലെ? അതിൽ ഓൾറെഡി എടുക്കാം. അതിലുണ്ട് 115. അപ്പോൾ 190 രൂപയ്ക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എത്ര വരും? 21,850 വരും. അതായത് ബാക്കി 225-ല് 115 പോയി ബാക്കി 110 ആണ് ഉണ്ടാവുക. 110, 190 രൂപയ്ക്ക് എത്ര വരും? 2,900 വരും. പിന്നെ 320, 190, 6,800 വരും. പിന്നെ 200, 170, 34,000. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഫൈനലായിട്ട് വരുന്ന ബാലൻസ്. ഇനി അടുത്ത ഡേറ്റ് നോക്കാം. 27-ാം തീയതി. 27-ാം തീയതി എന്താണ് പറയുന്നത്? റിട്ടേൺ ടു വെൻഡർ 50 യൂണിറ്റ് പർച്ചേസ്ഡ് ഓൺ 24th ജൂൺ. അതായത് 24-ാം തീയതി നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലിൽ 50 യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്തു? റിട്ടേൺ ചെയ്തു എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ 27-ാം തീയതി നമ്മൾ റിട്ടേൺ ചെയ്ത വെൻഡർക്ക് റിട്ടേൺ ചെയ്ത് നമ്മൾ എന്തായിട്ടാണ് കാണുക എന്നാണ് പറഞ്ഞത്? ഇഷ്യൂ ചെയ്തതായിട്ടാണ് കാണിക്കേണ്ടത് അല്ലേ? അപ്പോൾ എത്ര യൂണിറ്റാ? 50 യൂണിറ്റ് അല്ലേ? 50 യൂണിറ്റ്. അപ്പോൾ 24-ാം തീയതി നമ്മൾ പർച്ചേസ് ചെയ്തത് 50 യൂണിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ 24-ാം തീയതി പർച്ചേസ് ചെയ്തതിന്റെ റേറ്റ് എത്രയാ? 190 അല്ലേ? 24-ാം തീയതി നമ്മൾ പർച്ചേസ് ചെയ്തത് 320 യൂണിറ്റ് ആണ്, 190 രൂപയുടെ. ഓക്കെ, അപ്പൊ അതിൽ 50 യൂണിറ്റ് റിട്ടേൺ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ 50, 190, 190 കാണിക്കാം. 190 റേറ്റിൽ കാണിക്കാം. 50, അപ്പൊ 190 എത്ര വരും? 9,500 വരും. ഓക്കെ, ഇനി ഇത്തെ എമൗണ്ട് ഇവിടെ ഫസ്റ്റ് എല്ലാം നമ്മൾ കൊടുക്കേണ്ടത് 24-ാം തീയതി വാങ്ങിയതിനാണ് നമ്മൾ കൊടുക്കേണ്ടത്. 24-ാം തീയതി 320 രൂപയുടെ 320 ക്വാണ്ടിറ്റി 190 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് 50 യൂണിറ്റ് നമ്മൾ റിട്ടേൺ ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ 50 രൂപ 50 ക്വാണ്ടിറ്റി 190 രൂപയ്ക്ക് നമ്മൾ റിട്ടേൺ ചെയ്തു. അപ്പോൾ ഇതിലാണ് ആ 50 കുറച്ച് കാണിക്കേണ്ടത്, ഇതിലല്ല. കാരണം ഈ ഡേറ്റത്തെ നമുക്ക് കിട്ടിയ മെറ്റീരിയലിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 110 വരിക. 110, 190, 2,900. ഈ 320 എന്ത് ചെയ്യുക? 50 കുറച്ച് കാണിക്കുക. അതായത് എത്ര വരും? 270, 190, 51,300. ഓക്കെ, ഇനി അടുത്തത് ഈ രണ്ടാമത്തെ ഫൈനൽ ബാലൻസ് ഉള്ളത് 170. ഇവിടെ ഇതുവരെയാണല്ലോ 170, 34. അതിലൊന്നും മാറ്റം വരില്ല. ഏതിന് മാത്രമേ മാറ്റം വരുള്ളൂ?
ഏതിന് മാത്രമേ മാറ്റം വരുള്ളൂ? ഏത് ഡേറ്റിൽ നിന്ന് വാങ്ങിയതാണ് നമ്മൾ റിട്ടേൺ ചെയ്തിട്ടുള്ളത് ആ ഡേറ്റിൽ മാത്രമേ എന്ത് വരുള്ളൂ? മാറ്റം വരുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് 27-ാം തീയതി കഴിഞ്ഞു. ഇനി നമുക്ക് 30-ാം തീയതിയാണ് ലാസ്റ്റ്. 30-ാം തീയതി സ്റ്റോക്ക് ഓഡിറ്റ് എന്ത് കണ്ടിട്ടുണ്ട്? ഷോർട്ടേജ് കണ്ടിട്ടുണ്ട് 10 യൂണിറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 10 യൂണിറ്റ് ഷോർട്ടേജ് കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എത്രാം തീയതി? 30-ാം തീയതി അല്ലേ? അപ്പൊ നമ്മൾ കാണിക്കാം. ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്യൂലാണ് കാണിക്കേണ്ടത് അല്ലെ? അപ്പോൾ 10 യൂണിറ്റ് ആണ്. അപ്പൊ 10, അപ്പൊ ഇവിടെ ഫസ്റ്റ് ഫൈനലായിട്ടുള്ളതിൽ നിന്ന് എന്ത് ചെയ്യാം? കൊടുക്കുക, 10 യൂണിറ്റ് കൊടുക്കുക. അപ്പൊ 10 190 രൂപയ്ക്ക്, അതായത് 1900 വരും. ഓക്കെ, അപ്പൊ ഇതിൽ ബാക്കി 100 ഉണ്ടാവുള്ളൂ. 100 1900, അപ്പൊ എത്ര വരും? 19,000 വരും അല്ലേ? 19,000. ഇനി ബാക്കി ബാലൻസ് കാണിക്കാം. 270, 190, 51,300, അതേപോലെ 200, 170, 34,000. മനസ്സിലായല്ലോ? ഷോർട്ടേജ് 10 വന്നു. അപ്പോൾ ഫസ്റ്റ് ഔട്ടത്തെ പോലെ തന്നെ ആദ്യത്തെ 10 100-ന്ന് 10 എടുത്ത് കൊടുത്തു. ബാക്കി 110 പിന്നെ എന്താവും? 100 ആവും. ബാക്കിയുള്ള 2 ബാലൻസ് അതേപോലെ തന്നെ എഴുതാം. ഇതാണ് ഫൈനൽ ആയിട്ട് വരുന്ന ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്. ഇനി ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യണം. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യാം. അതായത് 100 യൂണിറ്റ് അറ്റ് റേറ്റ്, എത്ര റേറ്റിനാ? 190 റേറ്റിന് എത്രയാ? 19,000. അടുത്തത് 270 യൂണിറ്റ് ബാലൻസ് ഉള്ളതാണ് നമ്മൾ എടുക്കേണ്ടത്. ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസ് ആയിട്ട് വരുന്നതാവുമല്ലോ. അറ്റ് യൂണിറ്റ് 190, അതായത് 51,300. അടുത്തത് 200 യൂണിറ്റ്, ഫൈനലായിട്ട് വരുന്നത് 200 യൂണിറ്റ് ആണ്. റേറ്റ് എത്രയാ? 170. എമൗണ്ട് എത്ര വരും? 34,000. ടോട്ടൽ ചെയ്യാം. 200 യൂണിറ്റ് 570 യൂണിറ്റ് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് ഉണ്ടാവുക. എമൗണ്ട് 1,43,000. സോറി, യൂണിറ്റ് എമൗണ്ട് 1,04,300. ഓക്കെ, ഇതാണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ. ഇതാണ് വരും കേട്ടോ. മേലെ ഹെഡിങ്ങും വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഫിഫ മെത്തേഡ് പ്രകാരമുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞ് ചെയ്യുന്നത്. അഡ്ജസ്റ്റ്മെന്റുകൾ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകുമ്പോൾ ഒന്ന് മാത്രമേ ശ്രദ്ധിക്കേണ്ടുള്ളൂ. നമുക്ക് എന്താണ് സ്റ്റോറിലേക്ക് റിട്ടേൺ വരികയാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്താണ് ന്യൂ പർച്ചേസ് ആയിട്ടാണ് കാണേണ്ടത്. റെസിപ്റ്റിലാണ് കാണിക്കാം. അല്ല, നമ്മൾ വെൻഡർക്കാണ് റിട്ടേൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ സ്റ്റോറിൽ നിന്ന് പുറത്തേക്ക് വാങ്ങി കൊടുത്തേക്ക് തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ന്യൂ ഇഷ്യൂ ആയിട്ടാണ് കാണേണ്ടത്. ഇഷ്യൂവിലാണ് കാണിക്കുക. ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ അതും ഇഷ്യൂവിലാണ് കാണിക്കുക. ഓക്കെ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. വളരെ എളുപ്പത്തിലാണ്